Waalaikumsalam warahmatullah. Bismillah walhamdulillah wassalatu wassalamu ala rasulillah wa ala alihi al-faizin biridallah amma ba'd. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തുകൊണ്ടാണ് മുളാരിയായ ഫീലിന് റഫഅ ലഭിക്കുന്നത് എന്നതാണ് ചർച്ച ചെയ്തത്. ആ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? മുളാരിയായ ഫീല് ഏതിന്റെ സ്ഥാനത്ത് സംഭവിക്കുന്നുണ്ട്? ഏതിന്റെ സ്ഥാനത്ത് സംഭവിക്കുന്നുണ്ട് എന്നാ പറഞ്ഞേ? ഇസ്മിന്റെ സ്ഥാനത്ത് എന്താക്കുന്നുണ്ട്? മുളാരിയായ ഫീല് സംഭവിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല് ഹാദാ സൈദുൻ ളാരിബുൻ. ഹാദാ എഴുതിയത് കാണുന്നുണ്ടോ? ഹലോ, കാണുന്നുണ്ട്. ഖാദർ ആടായോ? ആ, ഹാദാ സൈദുൻ യളിരിബു. എന്താ അർത്ഥം? ഇത് സൈദാണ്, അവൻ എന്താക്കുന്നുണ്ട്? അടിക്കുന്നുണ്ട്. ഇത് യളിരിബു ആണ്. ഈ യളിരിബു ഇവിടെ വാരിബു എന്നുള്ളതിന്റെ സ്ഥാനാണ് ഉള്ളത്. അപ്പൊ എന്താ അർത്ഥം? ഹാദാ സൈദുൻ വാരിബുൻ. ഇതാരാണ്? അടിക്കുന്ന ആരാണ്? സൈദാണ്. അപ്പൊ യളിരിബുവിന് ഇവിടെ ഇതിന്റെ പോസ്റ്റാ ഉള്ളത്. യളിരിബുവിന്റെ ഇസ്മു ഫായിലായ ലാരിബിന്റെ പോസ്റ്റാണ് ആർക്കുള്ളത്? ഫീലിനുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ മുളാരിയായ ഫീലിന് എന്ത് കിട്ടിയത്? റഫഅ കിട്ടിയത്. ഇനി നോക്കിക്കോളി. റഅയ്തു സൈദൻ യളിരിബു. എന്താ അർത്ഥം? റഅയ്തു ഞാൻ കണ്ടു, സൈദിനെ കണ്ടു, യളിരിബു അവൻ അടിച്ചും കൊണ്ടിരിക്കുന്നു. ഈ യളിരിബു എന്നുള്ളത് ഇവിടെ ലാരിബൻ എന്ന പോസ്റ്റാ. അപ്പൊ എന്താ അർത്ഥം? റഅയ്തു സൈദൻ ലാരിബ്. അപ്പൊ സൈദിന് നേരത്താണ് ആര്? ലാരിബ്. അപ്പൊ ഈ മുളാരിയായ ഫീല് ഏതിന്റെ സ്ഥാനത്താണ്? അതിന്റെ ഇസ്മു ഫായില് വന്ന സ്ഥാനത്താണ്. ഇപ്പൊ മറർത്തു എന്താ അർത്ഥം? മറ നടന്നു, മറർത്തു ഞാൻ നടന്നു. ബി സൈദിൻ സൈദിന്റെ അരികിലൂടെ. എങ്ങനത്തെ സൈദ്? യളിരിബു അടിച്ചും കൊണ്ടിരിക്കുന്ന. ഈ യളിരിബു എന്നുള്ളതിന് അതിന്റെ സ്ഥാനാണ് ലാരിബിൻ. മറർത്തു ബി സൈദിൻ
പിന്നെ ളാരിബിൻ. അതാണ് പറഞ്ഞത് ഈ മുലാരിയായ ഫീല് എയിന്റെ സ്ഥാനത്ത് സംഭവിച്ചിക്കണേ? ഇസ്മുഫായിലിന്റെ സ്ഥാനത്ത് സംഭവിച്ചു പറഞ്ഞത് അതാ. അപ്പൊ മുലാരിയായ ഫീല് ഇസ്മുഫായിലിന്റെ സ്ഥാനത്ത് സംഭവിച്ചത് കൊണ്ടാണ് അതിന് ഏത് കിട്ടുന്നത്? റഫഅ് കിട്ടുന്നത്. അതാണ് പഠിച്ചത്. ഇനി ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. ഇതൊരു ഫസ്ലാണ്. വൽ അഫ്ആലു അർബഅതു അഖ്സാമിൻ. വൽ അഫ്ആലു ഫിഇലുകൾ. ഫീലിന്റെ ജമ്മ് അഫ്ആല്. വൽ അഫ്ആലു ഫിഇലുകൾ. അർബഅതു അഖ്സാമിൻ. എത്ര ഇനങ്ങളാണ്? 4 ഇനങ്ങളാണ്. 4 ഇനങ്ങളാ. എങ്ങനെ വായിച്ചത്? വൽ അഫ്ആലു അർബഅതു അഖ്സാമിൻ. മീൻ മുളാഫ് മുളാഫിലയ്യ. അൽ അഫ്ആലു എന്നുള്ള ഫസ്ലു എന്നുള്ളത് ഖബറു മുബ്തദഇൻ മഹ്ദൂഫിൻ. മഅതൂഫല്ല, മഹ്ദൂഫിൻ, കളയപ്പെട്ട. അൽ അഫ്ആലു എന്നുള്ളത് ഏതാണ്? അൽ അഫ്ആലു എന്നുള്ളതിന്റെ തർക്കീബ് എന്താ? മുബ്തദ. അർബഅതു അഖ്സാമിൻ, 4 ഇനങ്ങളാണ്. അർബഅതു ഖബർ പ്ലസ് മുളാഫ്. അഖ്സാമിൻ മുളാഫിനിലെ. കണ്ടങ്ങള് എന്തിനാണ് അർബഅതു എന്ന് പറഞ്ഞത്? എന്തിനാ പെണ്ണാക്കിയത്? അഖ്സാം എന്നുള്ളത് ഏതാണ്? മെയിലാണ്. പുല്ലിംഗ ബഹുവചനം. മുഅന്നസല്ല, പുല്ലിംഗ ബഹുവചനം. മുദക്കർ. കിസ്മിന്റെ ജമ്മാണ് ഏത്? അഖ്സാം. കിസ്മു മുദക്കറാണ്. അതുകൊണ്ടാണ് എങ്ങനെ പറഞ്ഞത്? അർബഅതു. അപ്പൊ അർബഅതു ഖബർ പ്ലസ് മുളാഫ്, അഖ്സാമിൻ പിന്നെ മുളാഫിൻ ഇലൈഹി. മാലിൻ, ഒന്ന് മാലിയാണ്. മാലി എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് മാലിയാണ്. വായിക്കണം, ശ്രദ്ധിക്കുക. അന്തല്ലാതെ അവിടെ ഇവിടെ നോക്കണ്ട. വൽ അഫ്ആലു ഫിഇലുകൾ അർബഅതു അഖ്സാമിൻ, 4 ഇനങ്ങളാണ്. മാലിൻ, ഒന്നേതാണ്? മാലിയാണ്. അവിടെ അഹദുഹും അൽ മാലി എന്നാണ്ടാകുക, അല്ലെങ്കിൽ അഹദുഹ, അവകളിൽ ഒന്നാമത്തത് മാലിൻ, മാലിയാണ്. അപ്പൊ എന്താ തർക്കീബ്? കടഞ്ഞുപോയ മുബത്തദൻ, കളയപ്പെട്ട മുബ്തദയുടെ ഖബറാണ്. മാലി എന്നാണ്ടാകുക. മാലി എന്നുള്ളതിന്റെ ഒറിജിനൽ ഏതാ? ഏതാണ്? മാലി. അപ്പൊ അതെന്താ സാധനം? മക്സൂറല്ല. മക്സൂറല്ല, പിന്നെ മങ്കൂസ് തന്നെയാണ്. വേറെ ഏതാ? അപ്പൊ ഏതാണ്? മക്സൂറ മങ്കൂസ. ആഖിർ യാ. എന്താ മങ്കൂസന്റെ നിർവചനം എന്താ? ആഖിർ യാവും മുമ്പ് കസറും ഉണ്ടാവും. മാലി. അതിന്റെ പ്രത്യേകത എന്താ? റഫവും സാങ്കല്പികം, ജറും സാങ്കല്പികം. റഫവും വെളിവാവൂല, ഏതും വെളിവാവൂല, ജറും വെളിവാവൂല. അതിൽ വെളിവാകുന്ന ഒരു സാധനം ഉണ്ട്. അതേതാ? നസ്ബ്. നസ്ബാണെങ്കിൽ മാലിയൻ എന്ന് പറയും. അപ്പൊ മാലിൻ എന്നുള്ളത് ഖബറു മുബ്തദഇൻ മഹ്ദൂഫിൻ,
കളയപ്പെട്ട മുബ്തദയുടെ ഖബർ എവിടെയാണ് റഫ എന്ന് ചോദിച്ചാൽ മാലി എന്നുള്ളത് എന്താണ്? മാലി എന്നുള്ള പദം എന്താണ്? മങ്കൂസയാണ്. മങ്കൂസയാണ്. അതിൽ ഏത് വെളിവാകൂല? റഫ് വെളിവാവൂല. റഫ വെളിവാകൂല. റഫവും ജറും വെളിവാകൂല. പിന്നെ മാലീൻ ഉണ്ടാകും, അതിനെ മാലിൻ എന്ന് പറയാണ്. മുസ്തഖ്ബിലുൻ രണ്ടാമത്തേത് ഏതാണ്? മുസ്തഖ്ബിലാണ്. വ അംറുൻ മൂന്നാമത്തേത് ഏതാണ്? അമ്രാണ്. വ നഹിയുൻ നാലാമത്തേത് ഏതാണ്? നഹി. അപ്പൊ എത്രണ്ണായി? നാലെണ്ണായി. വ മുസ്തഖ്ബിലുൻ വ അംറുൻ വ നഹിയുൻ അതൊക്കെ എന്താ തർക്കീബ് എന്നാണ്? ഒക്കെ ഏതാണ്? അത്ഫ് മൗത്തൂഫ്. വാവ് അത്ഫ്, മുസ്തഖ്ബിലുൻ മഅതൂഫ്, വാവ് അത്ഫ് അംറുൻ മഅതൂഫ്, വാവ് അത്ഫ് നഹിയുൻ മഅതൂഫ്, മഅതൂഫ് അലൈഹി മാലിൻ. അപ്പൊ എങ്ങനെയാ വായിച്ചത്? ഒന്ന് വായിച്ചാട്ടെ. വൽ അഫ്ആലു അർബഅതു അഖ്സാമിൻ മാദിൻ മുസ്തഖ്ബിലുൻ വ അംറുൻ വ നഹിയുൻ. മാലി എന്നുള്ളടത്ത് മർഫൂആ ഉള്ളത്, അതുകൊണ്ടാണ് അവിടെ മുസ്തഖ്ബിൽ എന്ന് വായിക്കണേ. മാലി എന്നുള്ളടത്ത് ഏതുണ്ട്? റഫഅ ഉണ്ട്. ഇനി മാലിയോ? ഫൽ മാലി അപ്പോൾ മാലിയായ ഫീല് നഹ്വു ലറബ ലറബ എന്ന് പറയും പോലെയാണ്. വ ഖാമ ഖാമ എന്ന് പറയും പോലെയാണ്. വ ഖഅദ ഖഅദ എന്ന് പറയും പോലെയാണ്. ഒക്കെ മാലിയ. ലറബ പറഞ്ഞ മുലാരിയ. ലറബ എന്നുള്ള ഫീല് മുലാരിയാണോ? മാലിയാണ്. ഖാമ നിന്നു, മാലിയ മുലാരിയോ? മാലി. ഖഅദ ഇരുന്നു, മാലിയ മുലാരിയോ? മാലി. അതാ ഫൽ മാലി അപ്പോൾ മാലി നഹ്വു ലറബ ലറബ എന്ന് പറയും പോലെയാണ്. നഹ്വുന ലറബ എന്ന് പറയും പോലെയാണ്. വഖാമ എന്തെന്ന് പറയും പോലെയാണ്? ഖാമ എന്ന് പറയും പോലെ. വഖഅദ ഏത് പറയും പോലെയാണ്? പറയുന്ന മാതിരിയാണ്. വഹുവ ആ മാലിയായ ഫീല് മബിനിയുൻ അത് മബിനിയാണ്. അലൽ ഫത്ഹി ഫതഹിന്റെ മേലിൽ മബിനിയാണ്. മാലിയായ ഫീൽ എപ്പോഴും ഫതഹിന്റെ മേൽ മബിനിയാ. മാലിയിൽ ഒരിക്കലും ഏതുണ്ടാവൂല? മുഅറബ് ഉണ്ടാവൂല. മാലിയായ ഫീലൊക്കെ ഏതാണ്? ഫതഹിന്റെ മേലില് മബിനിയാണ്. അതാ വഹുവ ആ മാലി മബിനിയുൻ എന്താണ്? മബിനിയാണ്. അലൽ ഫത്ഹി അതിന്റെ മേൽ ഫതഹിന്റെ മേൽ. എന്താ തർക്കീബ്? ഹുവ മുബ്തദ മബിനിയുൻ ഖബർ അലൽ ഫത്ഹി ജാർ മജ്റൂർ. വൽ മുസ്തഖ്ബിലു മുസ്തഖ്ബിലി എന്നാൽ നഹ്വു യദ്രിബു വയഖൂമു വയഖുദു എന്ന് പറയും പോലെയാണ്. വൽ മുസ്തഖ്ബിലു എന്താ അർത്ഥം? മുസ്തഖ്ബിൽ എന്ന് പറഞ്ഞു. നഹ്വു യദ്രിബു എന്തെന്ന് പറയും പോലെയാണ്? യദ്രിബു എന്ന് പോലെയാണ്. വയഖൂമു ഏത് പോലെയാണ്? യഖൂമു എന്ന് വയഖുദു ഏത് പോലെയാണ്? എന്ന് പറയുന്ന മാതിരിയാണ്. പിന്നെ അവിടെ കണ്ടോ? ലറബന്റെ മുലാരിയാണ് ഏത്? ഖാമന്റെ മുലാരിയാണ് ഏത്? ഖഅദന്റെ മുലാരിയാണ് ഏത്? വഹുവ ഈ മുസ്തഖ്ബില് മുഅറബുൻ അത് മുഅറബാണ്. മുസ്തഖ്ബിൽ മുലാരിയായ ഫീൽ ഏതാണ്? മുഅറബാണ്. റഫഉ ഉണ്ടാകാ. പിന്നെ റഫഉം വരാ
നസ്ബും വരാം, പിന്നെ ജറും വരാം. ചെറു വരൂല. ജസ്മ് ജസ്മ ജസ്മ് ജസ്മ വരാം. ഫീലില് വരാൻ പാടില്ലാത്ത ഇറാബാണ് ഏത്? ജസ്മ. ജെറ് അപ്പൊ മാലിയും അഭിനിയാണ്, അമ്രും അഭിനിയാണ് നമ്മൾ പഠിച്ചിക്കണേ. ഫീലിന്റെ കൂട്ടത്തിൽ മുഹറബ് ഏത് മാത്രമേ ഉള്ളൂ? മുലാരിയും മുസ്തഖബിലും രണ്ടും ഒന്ന് തന്നെ. വഹുവ ഈ മുസ്തഖബിലായ ഫീല് മുഹറബുൻ, അത് മുഹറബാണ്. എന്താ തർക്കീബ്? ഹുവ മുബത്തദ മുബ്തദ, മുഹറബുൻ മുഹറബാണ്. എന്താ? ഖബർ. വൽ അംറു അംറ് നൗആനി, രണ്ട് ഇനങ്ങളാണ്. അംറ് എത്ര സൈസാണ്? രണ്ടിനും. അംറ് പറഞ്ഞാൽ എന്താ? കൽപ്പന. കൽപ്പന. വൽ അംറു അംറ് ഫീല് നൗആനി, രണ്ട് ഇനങ്ങളാണ്. ഒന്ന് അംറുൽ ഗായിബി, മറഞ്ഞവനോടുള്ള കൽപ്പന. രണ്ട് അംറുണ്ട്. ഡയറക്റ്റ് ഉള്ളവരോടും കൽപ്പിക്ക, പിന്നെ ആരോടും കൽപ്പിക്ക? മറഞ്ഞവനോട്. എന്താ? അംറുൽ ഗായിബി, മറഞ്ഞവനോടുള്ള അംറ് എന്ന് പറഞ്ഞാൽ മറഞ്ഞവനോട് എന്താക്ക നമുക്ക് കൽപ്പന പറയാ. ഞാൻ പറയുന്ന തിരിയുന്നുണ്ടോ? അതാ വൽ അംറു അംറ് ഫീല് നൗആനി, രണ്ട് ഇനങ്ങളാണ്. ഒന്ന് അംറുൽ ഗായിബി, ഒന്നേതാണ്? അംറുൽ ഗായിബ്, ഗായിബ്, മറഞ്ഞവനോടുള്ള കൽപ്പന. ആരോടുള്ള കൽപ്പന? മറഞ്ഞവനോടുള്ള കൽപ്പന. യളിരിബു, യക്തുബു, യജ്ലിസു, ഇതൊക്കെ മുദാരിയ. ഇതിനൊക്കെ ഞാൻ അംറാക്ക. ഈ മുദാരിനെ എന്താക്ക? അംറാക്ക. തേർഡ് പേഴ്സണ്. ഏതിന്? ഏതാ തേർഡ് പേഴ്സൺ? യളിരിബു. തേർഡ് പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ഒന്നും അറിയില്ലല്ലേ? അവൻ പ്രവർത്തിക്കട്ടെ എന്നുള്ളത്. തേർഡ് പേഴ്സൺ ഏതാ? യളിരിബി യളിരിബാനിയിൽ വരുമ്പോ എത്ര തേർഡ് പേഴ്സൺ ഉണ്ട്? 6 യളിരിബു യളിരിബാനി, യളിരിബൂന, യളിരിബു തളിരിബാനി, യളിരിബിന. ഈ 6 അംറ് ഗായിബാക്കി കൊണ്ടുവരാ. ആ 6 എന്താക്ക? അംറ് ഗായിബ്. രണ്ടാമത്തത് അംറ് ഹാദിറ. എന്താ അംറ് ഹാദിറ പറഞ്ഞ? ഡയറക്റ്റ് കൽപ്പിക്കുക. ഇളിരിബ്, ഉക്തബ്, ഇജ്ലിസ്, അതാണ് അംറ് ഹാദിർ. ഇതേതാണ്? അംറ് ഗായിബ്. അതെങ്ങനെ അംറാക്ക? ഒരു ലാമിനാണ് കൊടുക്കുക ആദ്യം. ഈ ലാമിന് ലാമുൽ അംറ് എന്നാ പറയാ. എന്താ പറയാ? ലാമുൽ അംറ്. എന്താ ലാമുൽ അംറ് പറഞ്ഞ? കൽപ്പനക്കുള്ള ലാമ്. ലാമ്. ലിയളിരിബ്, ലിയളിരിബ് എന്താ അർത്ഥം? അവൻ അടിക്കട്ടെ. അതാ കൽപ്പന. എന്താ ലിയളിരിബ് പറഞ്ഞ എന്താ അർത്ഥം? അവൻ അടിക്കട്ടെ. ഈ അടിക്കട്ടെ എന്നുള്ള അർത്ഥം ആരുതാ? ഈ ലാമിനാണ് എന്തെന്ന് പറയുന്നത്? ലാമുൽ. ഇതിനാണ് അംറ് ഗായിബ് എന്ന് പറയാ. അംറ് ഗായിബ്. എന്താ അംറ് ഗായിബ് പറഞ്ഞ? മറഞ്ഞവനോടുള്ള അംറ്. ഗായിബ് പറഞ്ഞ എന്താ? മറഞ്ഞത്. അടിക്കട്ടെ എന്നാ? അല്ല. പിന്നെ അവൻ അടിക്കട്ടെ. ലി തളിരിബ്, അവൾ അടിക്കട്ടെ. അതാണ് അംറ് ഗായിബ്. ലിയളിരിബ്, പിന്നെ ലിയളിരിബ്, ലിയളിരിബാ, ലിയളിരിബു, ലിതളിരിബ്, ലിതളിരിബാ, ലിയളിരിബാ.
ലിയദ്രിബ്. ആ ലിയദ്രിബ. ലിയദ്രിബ. ഈ ലാമാണ് ഇവിടെ ജസ്മ ചെയ്തിക്കണത്. ഈ ലാമ് വന്നാൽ മുലാരിക്ക് എന്ത് വേണം? ജസ്മ വേണം. ജസ്മ വേണം. മുലാരിന്റെ അവസാനത്തിൽ ഈ ലാമ് കടന്നു വന്നാൽ മുലാരിന്റെ അവസാനത്തിന് എന്ത് വേണം? ജസ്മ വേണം. ജസ്മ വേണം. ലിയദ്രിബ്, അവൻ അടിക്കട്ടെ. ലാമ് അംറ്, യദ്രിബ് മജ്സൂം. ഇനി ലിയദ്രിബ എന്താ അർത്ഥം? അവർ രണ്ടുപേർ അടിക്കട്ടെ. അടിക്കട്ടെ. അപ്പൊ എവിടെ നൂന് പോയത് എന്തിനാ? ജസ്മിന് വേണ്ടി നൂന് പോയി. അതേതാണ് സാധനം? അഫ്വാലിൽ ആ പറയേ. ഹംസ. അഫ്ആലുൽ ഖംസ. യദ്രിബാനി, തദ്രിബാനി, യദ്രിബൂന, തദ്രിബൂന, പിന്നെ തദ്രിബീന. തദ്രിബീന. അപ്പൊ ലിയദ്രിബ്, ലിയദ്രിബ. ഈ ലാമ് വന്നതുകൊണ്ട് അഫ്ആലുൽ ഖംസയാണ്. അഫ്ആലുൽ ഖംസക്ക് എന്തിനെ കളഞ്ഞിട്ടാണ്? നൂനിനെ കളഞ്ഞിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ലിയദ്രിബാനി എന്നുണ്ടായി. ഈ ലാമ് വരുമ്പോ എന്ത് വേണം? ജസ്മ വേണം. ലാമ് വരുമ്പോ എന്ത് വേണം? ജസ്മ വേണം. ജസ്മ വേണം. യദ്രിബാനി എന്നുള്ളത് അഫ്ആലുൽ ഖംസയാണ്. അഫ്ആലുൽ ഖംസക്ക് എങ്ങനെയാണ് ജസ്മേ? നൂനെ കളഞ്ഞിട്ട്. അപ്പൊ ലിയദ്രിബ്, ലിയദ്രിബ, പിന്നെ ലിയദ്രിബു, അവർ എല്ലാവരും അടിക്കട്ടെ. അവിടെയും ജസ്മാണ്. യദ്രിബൂന എന്നുള്ളത് ഏതാണ്? അഫ്ആലുൽ ഹംസ. ഹംസാണ്. അപ്പൊ ഏത് വേണം? ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ അംറിന്റെ ലാമ് മുലാരിയിൽ കടന്നാൽ മുലാരിക്ക് എന്ത് നിർബന്ധാണ്? ജസ്മ നിർബന്ധാണ്. നിർബന്ധാണ്. യദ്രിബു പറഞ്ഞോടത്ത് ജസ്മുണ്ട്. യദ്രിബ എന്ന് പറയുമ്പോ നൂനിനെ കളഞ്ഞിട്ടാ. ലിയദ്രിബു എന്ന് പറയുമ്പോ നൂനിനെ കളഞ്ഞിട്ടാ. ലിതദ്രിബ്, അവൾ അടിക്കട്ടെ. അവിടെ ജസ്മുണ്ട്. എവിടെ? ലിയദ്രിബ. ലിതദ്രിബ്. തദ്രിബ. അവിടെ നൂന് പോയി. ലിതദ്രിബിന, അവൻ എന്താക്കട്ടെ? എന്താക്കട്ടെ? അടിക്കട്ടെ. അവിടെ പിന്നെ നമ്മള് പറഞ്ഞല്ലോ, മുലാരിയായ ഫീല് എന്തിനോട് ചേർന്ന് വരുമ്പോ മബിനിയാണ്? നൂനുൻ നിസ്ബയോട് ചേർന്ന് വരുമ്പോ മബിനി. അവിടെ പിന്നെ ജസ്മ കാണൂല. അപ്പൊ ഇങ്ങനെ വരുന്ന ലാമിനാണ് ലാമുൽ അംർ എന്ന് പറയാ. ആ ലാമിട്ട് പറയുന്ന അംറിനാണ് എന്ത് എന്ന് പറയാ? അംർ ഗായിബ്. അവിടെ അങ്ങനെ തന്നെ പറയാ. ലിയദ്രിബിന തന്നെ പറയാ. ലിയദ്രിബിന, ലിതദ്രിബിന. പിന്നെ അപ്പൊ അതാ പറഞ്ഞത്. അപ്പൊ അംർ ഗായിബ് പറഞ്ഞാൽ എന്താ? മുദാരിന്റെ ആദ്യത്തിൽ ഏതിനെ കൊടുക്കുക? ലീ കൊടുക്കുക. കസറുള്ള ലാമിനെ കൊടുക്കുക. എന്നിട്ട് മുദാരിന്റെ അവസാനത്തിൽ എന്ത് ചെയ്യാ? ജസ്മ ചെയ്യാം. ജസ്മ ചെയ്യാ. അതാണ് ആ പറയുന്നത്. അതാ വൽ അംറു, അംറ് നൗആനി, രണ്ട് ഇനങ്ങളാണ്. വൽ അംറു എന്താ തർക്കീബ്? മുബ്തദ. നൗആനി, രണ്ട് ഇനങ്ങളാണ്. ഖബറിന് എന്തുകൊണ്ടാണ്? എവിടെ റഫ? എവിടെ? എന്താണ് സാധനം? മുസന്നയാണ്. മുസന്നാക്ക് അലിഫ് കൊണ്ടാണ് റഫ ഉണ്ടാകുക. അതാ വല്ലംറു മുബ്തദ, നൗആനി ഖബർ. ഏതാണ്? അംറുൽ ഗായിബി, മറഞ്ഞവനോടുള്ള കൽപ്പന. അംറുൽ ഗായിബ് പറഞ്ഞ എന്താ? മറഞ്ഞവനോടുള്ള കൽപ്പന. മറഞ്ഞവനോടുള്ള കൽപ്പന. അതിന്റെ ഉദാഹരണം ലിയദ്രിബ്, അവൻ അടിക്കട്ടെ. ലിയഖും, അവൻ എന്താക്കട്ടെ? ഇരിക്കട്ടെ. വലിയഖുഉദ്, അവൻ എന്താക്കട്ടെ? ഇരിക്കട്ടെ. ഇതാണ് അംറു ഗായിബ്. നീ നല്ലല്ല, പിന്നെ അവനാണ്. അതാണ് ഗായിബ് പറയാൻ കാരണം. പിന്നെ അപ്പൊ അംറു ഗായിബ് മനസ്സിലായോ?
യദ്രിബ് യദ്രിബാനി യദ്രിബൂന തദ്രിബ് തദ്രിബാനി യദ്രിബിന. അവകളുടെ ആദ്യത്തിൽ ഏത് കൊടുക്കുക? കസറുള്ള ലാമിനെ കൊടുക്കുക. എന്നിട്ട് അവസാനത്തിന് എന്ത് ചെയ്യാ? ജസ്മ ചെയ്യാം. അത് യദ്രിബ് പറഞ്ഞിടത്ത് സുക്കൂൻ കൊണ്ടാണ് ജസ്മ്. ഈ യദ്രിബ എന്ന് പറഞ്ഞിടത്ത് എങ്ങനെയാ ജസ്മ്? നൂനിനെ കളഞ്ഞിട്ട്. ഈ യദ്രിബു പറയുമ്പോൾ അങ്ങനെ തന്നെ നൂനിനെ നൂനെ കളഞ്ഞിട്ട്. ലിയദ്രിബ് വൽ യഖും വൽ യഖുദ്. പിന്നെ വാവ് ചേർന്ന് വരുമ്പോ വലിയ വായിക്കട്ടോ. ആ ലാമിനെ സുക്കൂൻ ചെയ്യും. എങ്ങനെ വായിക്കൂല? വലിയ വലിയ അല്ല പറയാ, വലിയക്കും. ആ വാവ് ചേർന്ന് വരുന്ന ലാമിന് എന്ത് ചെയ്യും? സുക്കൂന്. വെറും ലിയദ്രിബ് എന്നാണെങ്കിൽ ലാമിന് കസറ്. ആ ലാമിന്റെ കൂടെ ഏത് ചേർന്ന് വന്നു? വാവോ വേറെ വലിച്ചോ ചേർന്ന് വന്നാൽ സ്വാഭാവികമായിട്ട് ആ ലാമിന് എന്ത് വരും? സുക്കൂൻ വരും. അപ്പൊ എങ്ങനെയാ പറയാ? ആ വൽ തക്കൂൻ. വൽയദ്രിബ് വൽ തഖും. ആ പിന്നെ വഹുവ ഈ അംറ വായിബ് മുഅറബുൻ, അത് മുഅറബാണ്. മജ്സൂമുൻ, ജസ്മ് ചെയ്യപ്പെട്ട മുഅറബാണ്. വഅലാമത്തുൽ ജസ്മി ഫീഹി, അതിലുള്ള ജസ്മിന്റെ അടയാളം ബിസുകൂനി ആഖിരിഹി, അതിന്റെ അവസാനത്തിന് സുക്കൂൻ ചെയ്യൽ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അംറ വായിബ് മുഅറബ. എന്താ പറയണേ? മുഅറബ. എന്നാൽ അംറ ഹാദിർ മുഅറബ് അല്ല, അംറ ഹാദിർ മബിനിയാണ്. അപ്പോ അംറില് മുഅറബും ഉണ്ട്, മബിനി ഉണ്ട്. ഏതാ മുഅറബ്? അംറ വായിബ് മുഅറബാണ്. അംറ ഹാദിർ ഏതാണ്? മബിനിയാണ്. അംറ ഹാദിർ ആണെന്ന് മനസ്സിലായില്ല? ഉക്തുബ്, ഇജ്ലിസ്, ഇദ്രിബ്, ഇജ്ലിസ്, ഇദ്ഹാബ്, ഇശ്റാബ്. അതാണ് അംറ ഹാദിർ. വഹുവ ഈ അംറ വായിബ് മുഅറബുൻ, അതേതാണ്? എങ്ങനത്തെ മുഅറബ്? മജ്സൂമുൻ. എങ്ങനത്തെ മുഅറബ്? ജസ്മ ചെയ്യപ്പെട്ട. ജസ്മ് ചെയ്യപ്പെട്ട മുഅറബ്. വഅലാമത്തുൽ ജസ്മി, ജസ്മിന്റെ അടയാളം. ഫീഹി, ആ അംറ വായിബിൽ ജസ്മിന്റെ അടയാളം. ബിസുകൂനി ആഖിരിഹി, അതിന്റെ അവസാനത്തിന് സുക്കൂൻ ചെയ്യലുകൊണ്ടാണ്. യദ്രിബു എന്നുള്ളത് എന്താകും? യദ്രിബ് എന്നാകും. മനസ്സിലായോ? വഹുവ, വഹുവ പറഞ്ഞാൽ ഏതാണ് ഉദ്ദേശിക്കുന്നത്? വഹുവ പറഞ്ഞാൽ ഏതാണ്? ഒക്കെ എഴുതി കൊടുത്താളി. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് പഠിക്കുക അവസ്ഥ വായിബിന്റെ. ഇതിന്റെ മുൻപൊക്കെ മറ്റേതേ പഠിച്ചുള്ളൂ. ഹാദറല്ല. അപ്പൊ അംറ വായിബ് പറഞ്ഞു ഇപ്പൊ പഠിച്ചാനൊന്നുമില്ല. മുദാരിന്റെ ആദ്യത്തിൽ ഏത് കൊടുക്കുക? ലീ കൊടുക്കുക. അവസാനത്തിന് എന്തും ചെയ്യാ? ജസ്മും ചെയ്യാ. അപ്പൊ അംറ ഹാദറ വായിബായി, അത് മുഅറബാണ്. അതിന്റെ അവസാനത്തിന് സുക്കൂൻ ഉണ്ടാവും. സുക്കൂൻ ഉണ്ടാവും എന്ന് പറഞ്ഞത് എപ്പോഴാ അറിയോ? മുഫ്രദ് ഏകവചനാവുമ്പോഴാ. യദ്രിബിലെ സുക്കൂൻ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ യദ്രിബ എന്ന് പറയുമ്പോ അവിടെ സുക്കൂനല്ല, പിന്നെ ഏതാ? അലിഫ്. യദ്രിബ എന്ന് പറഞ്ഞിടത്ത് എങ്ങനെയാണ് ജസ്മ്? നൂനെ കളഞ്ഞുകൊണ്ട് ജസ്മ ചെയ്യും. ലിയദ്രിബു, അവിടെ അങ്ങനെ തന്നെ ജസ്മ്. നൂനെ കളഞ്ഞിട്ട്. ഇവിടെ ഏകവചനേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ടാ അത് മാത്രം പറഞ്ഞത്. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ യദ്രിബ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് അവിടെ എങ്ങനെയാണ് ജസ്മ് എന്ന് പറയാൻ കാരണം? അവസാനത്തിന് സുക്കൂൻ എന്ന് പറയാൻ കാരണം. സുക്കൂൻ കൊണ്ടാണ് ജസ്മ് പറയാൻ കാരണം. ആ അംറ വായിബ് മുഅറബുൻ, മുഅറബാണ്. മജ്സൂമുൻ, ജസ്മ് ചെയ്യപ്പെട്ട മുഅറബാണ്. വഅലാമത്തുൽ ജസ്മി, എന്തിന്റെ അടയാളം? ജസ്മിന്റെ അടയാളം. അംറ വായിബില് ബിസുകൂനി ആഖിരിഹി, അതിന്റെ അവസാനത്തതിന് എന്ത് ചെയ്യലുകൊണ്ടാണ്? സുക്കൂൻ ചെയ്യലുകൊണ്ടാണ്. തൊട്ട് മുൻപില് അംറ വായിബ് മുഅറബുൻ, മുഅറബാണ്. എന്താ തർക്കീബ്? മുബ്തദ. മുഅറബുൻ, മുഅറബാണ്. എന്താ? ഖബർ. മജ്സൂമുൻ,
ജസ്മ് ചെയ്യപ്പെട്ട മുളാബാണ്. എന്താ തർക്കീബ്? ഈ പറയുന്നതാ വ അലാമത്തുൽ ജസ്മി, ജസ്മിന്റെ അടയാളം ഫീഹി ആ അംറു ഗായിബില് ബി സുക്കൂനി ആഖിരിഹി അതിന്റെ അവസാനത്തതിന് സുക്കൂൻ ചെയ്യൽ കൊണ്ടാണ്. വ അലാമത്തുൽ ജസ്മി, ജസ്മിന്റെ അടയാളം എന്താ തർക്കീബ്? അലാമത്തോ മുളാഫ് മാത്രാണോ? മുബ്തദ പ്ലസ് മുളാഫ് മുളാഫ്. അൽ ജസ്മി മുളാഫിൻ ഇലൈഹി മുളാഫുൻ ഇലൈഹി. ആ ഫീഹി ജാർ മജ്റൂർ. ഫീഹി അറിഞ്ഞിടത്തുള്ള ഹി അറിഞ്ഞ ലമീർ കൊടുക്കാൻ പോകുന്നത് അംറേ ഗായിബിലേക്ക്. ഫീഹി എന്ന് പറയുന്നിടത്ത് ഹി അറിയുന്ന ലമീർ മടങ്ങുന്നത് എവിടുക്കാണ്? അപ്പൊ ആ ജസ്മിന്റെ അടയാളം ബി സുകൂനി ആഖിരിഹി അതിന്റെ അവസാനത്തതിന് സുക്കൂൻ ചെയ്യൽ കൊണ്ടാണ്. ബി സുകൂനി ആഖിരിഹി ആ അംറു ഗായിബിന്റെ അവസാനത്തതിന് സുക്കൂൻ ചെയ്യൽ കൊണ്ടാണ്. ചെറിയൊരു സംശയം ചോദിക്കട്ടെ? നമ്മള് ഉസ്താദ് പറഞ്ഞല്ലോ തൊട്ട് മുൻപിൽ വാവ് ഒക്കെ വന്നാല് ലാമിന് സുക്കൂനാവെന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു. ഇവിടെ വൽ യഖൂദു എന്നാണോ പറയാ? അല്ലെങ്കിൽ വൽ യഖൂദ് ലാമിനാണ് സുക്കൂന്. ലാമിന് സുക്കൂൻ ചെയ്യല്ലേ? ആ ഓക്കെ ഓക്കെ. ലാമില്ലെങ്കിൽ ലി യഖൂദ്, ലാമിന് കസ്റ്. വാവ് ചേർന്ന് വന്നാലോ വൽ യഖൂദ്. വൽ യഖൂദ് അപ്പൊ ലാമിന് സുക്കൂൻ. അപ്പൊ അലാമത്തുൽ ജസ്മി ജസ്മിന്റെ അടയാളം ഫീഹി ആ അംറു ഗായിബില് ബി സുകൂനി ആഖിരിഹി ഈ അങ്ങനെ അംറു ഗായിബ് ഏതിന്റെ? ആഖിരിഹി പറഞ്ഞ ഈ മടങ്ങുന്നത് എവിടുക്കാണ്? അംറു ഗായിബക്ക്. അപ്പൊ എന്താ അർത്ഥം? സുക്കൂൻ ചെയ്യൽ കൊണ്ടാണ് അതിന്റെ ഏതുള്ളത്? ജസ്മിന്റെ അടയാളം. എന്താ തർക്കീബ്? ബാറുഫ് ജാറ് സുക്കൂനി മജ്റൂർ പിന്നെ പ്ലസ് മുളാഫ് ആഖിരി മുളാഫുൻ ഇലൈഹി പ്ലസ് മുളാഫ് മുളാഫുൻ ഇലൈഹി വീണ്ടും മുളാഫ് ഇലൈഹി. ഇനി അവിടെ ബി സുക്കൂനി ആഖിരി എന്നുള്ള ജാർ മജ്റൂറിന് ഒരു തർക്കീബ് ഉണ്ട്. എന്താണ്? അലാമത്തുൽ ജസ്മിന്റെ എന്താണ്? ഖബറാണ്. ശരിയാണ്. അവിടെയാണ് അതിന്റെ അർത്ഥം പൂർത്തിയാകുന്നത്. വഅലാമത്തുൽ ജസ്മി ഫീഹി അംറു ഗായിബിലുള്ള ജസ്മിന്റെ അടയാളം ബി സുകൂനി ആഖിരിഹി ആ അംറു ഗായിബിന്റെ അവസാനത്തതിന് സുക്കൂൻ ചെയ്യൽ കൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഒന്ന് അംറു ഗായിബ്. അംറു ഗായിബ് വളരെ സിമ്പിൾ ആണ്. എന്താ അംറു ഗായിബ് പറഞ്ഞാൽ മുലാരിന്റെ ആദ്യത്തിൽ ഏത് കൊടുക്കുക? ലീ കൊടുക്കുക. കസ്റുള്ള ലാമിനെ കൊടുക്കുക. മുലാരിന്റെ അവസാനത്തിന് എന്തും ചെയ്യാം? ജസ്മുൻ ചെയ്യാം. അംറു ഗായിബായി. യക്തുബു എന്നുള്ളതൊന്ന് അംറു ഗായിബാക്കിയാൽ പെട്ടെന്ന് പറയണം. എങ്ങനെയാ അംറു ഗായിബാക്കുക? യജ്ലിസു എന്നുള്ളത് എങ്ങനെ അംറു ഗായിബാക്കുക? ഇനി രണ്ടാമത്തത് വ അംറുൽ ഹാദിരി. രണ്ടാമത്തത് അംറുൽ ഹാദിറാണ്. ഹാദിർ പറഞ്ഞ മുന്നിലുള്ളവനോട് കൽപ്പിക്കുക. അതാണ് ഹാദിർ. വായിബിന്റെ നേരെ എതിര്. വായിബ് പറഞ്ഞ എന്താ? മുമ്പിലില്ലാത്ത ആള്, മറഞ്ഞ ആള്. പ്രസന്റ് ആയിട്ടുള്ള ആള്. അതാ അംറുൽ ഹാദിരി. രണ്ടാമത്തത് അംറുൽ ഹാദിറാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രസന്റ് ആയ ആളോടുള്ള കൽപ്പന. നഹവു ഇളിരീബ്. എന്താ ഇളിരീബ് പറഞ്ഞ? നീ ഇരിക്ക്, അടിക്ക്, നീ അടിക്ക്. നീ എന്താക്ക്? നീ എന്താക്ക്? ഇരിക്ക്. ഇരിക്ക്. അതാണ് അംറ് ഹാദിർ. അത് എപ്പോഴും സുക്കൂന്റെ മേലും അഭിനയിക്കാരോ. എന്തിന്റെ മേലും അഭിനയാണ്? വഖഫ് എന്നാ പ്രയോഗിക്കുന്നത്. സുക്കൂന്റെ മേലാണ് മബിനി.
ആ അപ്പൊ എന്താ പറഞ്ഞത് അപ്പൊ എന്താ അർത്ഥം അംറുൽ ഹാലിരി രണ്ടാമത്തെ അംറ ഏതാണ് അംറുൽ ഹാദിർ ഹാദിറാണ് നഹ്വു അതിന്റെ ഉദാഹരണം ഇദ്രിബ് ഖും ഉഖ്ഉദ് ഇതാണ് അതിന്റെ ഉദാഹരണം വഹുവ ഈ അംറ് ഹാദിർ മബിനിയുൻ അത് മബിനിയാണ് അല്ലാതെ ഏതല്ല മുഅറബല്ല. മുഅറബല്ല എന്നാ അംറ് ഗായിബ് ഏതേനിയും മുഅറബാണ്. മുഅറബാണ് എന്നാ അംറ് ഹാദിർ ഏതാണ് മബിനിയാണ്. മബിനിയാണ് മബിനിയാണ്. അതാ വഹുവ ഈ അംറ് ഹാദിർ മബിനിയുൻ അത് മബിനിയാണ് അലൽ വഖഫി വഖഫിന്റെ മേലിൽ മബിനിയാണ് ഇപ്പൊ സുക്കൂന്റെ മേൽ മബിനിയാന്ന് വെച്ചാൽ മതി ആ വഖഫിന് പല അർത്ഥം ഉണ്ട് അവിടെ അത് പിന്നെ വിശദീകരിക്കും എങ്ങനെയൊക്കെയാണ് അംറിന്റെ മബിനിയാന്നൊക്കെ ഇവിടെ വഖഫ് പറഞ്ഞ ഇവിടെ സുക്കൂൻ വെച്ചാൽ മതി സുക്കൂന്റെ മേൽ മബിനിയെ ഇത് റിബ് ഖും ഇതൊക്കെ സുക്കൂല്ലേ ആ എന്താ അംറുൽ ഹാലിരി രണ്ടാമത്തത് ഹാലിറിന്റെ അംറാണ് എന്തേക്കാരം അതിന്റെ തർക്കീബ് مبتدا مبتدئين مبتدا അതിന്റെ ഖബർ ഏതാ خبر مبتدئين معذوفين അവിടെ അവിടെ മുബത്തദാനെ കളഞ്ഞിക്കണ് അഹദുഹുമ രണ്ടെണ്ണം എന്ന് പറഞ്ഞില്ലേ അഹദുഹുമ അംറു ഗായിബിൻ വ താനീഹിമ അംറു ഹാദിരിൻ താനീഹിമ എന്നുള്ള മുബത്തദാനെയും മുളാഫിലേനെയും കളഞ്ഞിക്കണം അതിന്റെ ഖബറാണ് ഏത് أمره حاضر അംറോ حاضر ഹാദിർ എന്നുള്ളത് ഹാദിരീൻ അംറുൽ ഹാദിരി അലിഫ്ലാമുണ്ട് തൻവീൻ ഉണ്ടാവൂല വലൈസ ഈ അംറ് ഗായിബല്ല അല്ല അംറ് ഹാദിർ അല്ല ബിമുഅറബിൻ അത് മുഅറബല്ല വലൈസ പറഞ്ഞാൽ ഏതല്ല അംറ് ഹാദിർ അല്ല എന്താ ലൈസന്റെ അർത്ഥം അംറു ഹാദിർ അല്ല, അല്ല ബിമുഅറബിൻ മുഅറബല്ല. മുഅറബല്ല അതെന്താണ് മബിനിയാണ് പിന്നെയാണ് വലൈസ ആ അംറ് ഹാദിറല്ല ബിമുഅറബിൻ അത് മുഅറബല്ല എന്താ ലൈസ ഫീല് ناقص ലൈസ ഫീല് നാഖിസ്. നാഖിസ് കാന കാന ഫീല് നാഖിസ് ലൈസ ഫീല് നാഖിസ് ഒക്കെ നാഖിസ അപ്പൊ അതിന് എന്തൊക്കെ വേണം اسمه خبره എന്തൊക്കെ വേണം നാഖിസാവുമ്പോ എന്തൊക്കെ വേണം خبر ഏതൊക്കെ ഇസ്മ ഖബർ. ഇസ്മ ഖബർ ലൈസന്റെ ഉള്ളിൽ ഒരു ഇസ്മ ഉണ്ട് അവിടെ വലൈസ അംറ് ഹാദിറല്ല അപ്പൊ ലൈസന്റെ ഇസ്മ ലമീറ ഹുവ ആ ഹുവ എവിടുക്കാൻ മടങ്ങുന്നത് അംറ് ഹാദിറിലേക്ക് ഹാദർലെ. വലൈസ അപ്പൊ ലൈസ ഫീല് നാക്കിസ് ലമീർ ഇസ്മ എങ്ങനെയാ പറയാ ലൈസ ഫീല് ناقص ലൈസ ഫീല് ലൈസ ഫീല് നാക്കിസ് ആ ലമീർ ദമീർ ഇസ്മ ഇസ്മ എന്താ ലൈസന്റെ ഉള്ളിൽ ഒരു ഹുവ കിടക്കുന്നുണ്ട് ആ ഹുവ എങ്ങോട്ടാ മടങ്ങണത് അംറേ اسم لك اسم അംറു ഹാദിറിലേക്ക്. ആ ലൈസ വലൈസ അംറ് ഹാദിറല്ല ബിമുഅറബിൻ മുഅറബല്ല ബിമുഅറബിൻ എന്താ معرب ജാർ അല്ല മജ്റൂർ. ആ തർക്കീബ് എന്താ ബിമുഅറബിൻ എന്ന് പറയുമ്പോ ജാർ മജ്റൂർ. ആ ജാർ മജ്റൂർ പിന്നെ എന്തുവാണ് خبر ليس ആ ഖബറു ലൈസ പിന്നെ ഖബറു ലൈസ എന്തുകൊണ്ടാണ് അത് മുഅറബ് അല്ലാൻ കാരണം അംറ് ഹാദിറിന്റെ ആദ്യത്തിലൊക്കെ ഏതുണ്ട് അലിഫ് ഉണ്ട് അലിഫാ അംറ് ഹാദിറിന്റെ അല്ല അല്ല അംറ് വായിബിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ ലാം كسر اللام ലാമുണ്ട് ഒഴിവാക്കി ലാമ് വേറെ كسر اللام ലാമല്ല ചൊറിയണ ലാമിന്റെ ശേഷമുള്ള അക്ഷരം ഏതാ ഒന്നിരിക്കൽ യാഗ് അല്ലെങ്കിൽ മുദാരിന്റെ അക്ഷരങ്ങളുണ്ട്, മുദാറാത്തിന്റെ അക്ഷരങ്ങളുണ്ട്. യളിരിബ് പറയുമ്പോ യാ ഉണ്ട് തെളിരിബ് പറയുമ്പോ ഏതുണ്ട് താ ഉണ്ട്. ആ ഉണ്ട് എന്നാ ഈ അംറ് ഹാദിറിൽ അങ്ങനത്തെ ഒരു അക്ഷരമല്ല യാവുമില്ല താവുമില്ല അതുകൊണ്ടാണ് അത് എന്താകാത്തത് മുഅറബ് ആവാത്തത്. ആവാ
മറ്റേത് മുഅറബ് ആകാൻ കാരണം എന്താ? അംറ് ഗായിബില് യദ്രിബു എന്നാണെങ്കിൽ യാ ഉണ്ട്, തദ്രിബു എന്നാണെങ്കിൽ ഏതുണ്ട്? താ ഉണ്ട്, ആ ഉണ്ട്. അങ്ങനത്തെ ഒരു അക്ഷരം ഏതിലില്ല? ഹാദിറിലില്ല, ഹാദിറിലില്ല. അതുകൊണ്ടാണ് അത് മുഅറബ് അല്ലാതെ എന്തായി മാറിയത്? മബ്നിയായത്. മബ്നിയായത്. അതാ പറയണേ. ഇത് കാരണം ലൈസ ഫി അവ്വലിഹി എന്ന് പറഞ്ഞാൽ ആ അംറ് ഹാദിർ, ആ അംറ് ഹാദിന്റെ ആദ്യത്തിലില്ല ഷൈഉൻ മിനൽ ഹുറൂഫി സവായിദിൽ അർബഇ, 4 സായിദയായ അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരവുമില്ല. ഏതാ 4 സായിദയായ അക്ഷരം മക്കളെ? അത്തൈന. അത്തൈന. അതിൽപ്പെട്ട ഒരൊറ്റ അക്ഷരം ഏതിലില്ല? അംറ് ഹാദിറിലില്ല. ആദ്യത്തിന് ഈന്ന് കാണുന്ന ഹംസ ഇല്ലേ? അത് മറ്റേ ഹംസ അല്ല. ആ ഹംസന്റെ അർത്ഥം എന്തേനി? അത്തൈന എന്ന് പറയുമ്പോ ആ ഹംസ വരുമ്പോ എന്തായിക്കാര അർത്ഥം? കൽപ്പന. ഞാൻ അതല്ല ചോദിച്ചത്. അത്തൈന എന്ന് പറയുമ്പോ ആ ഹംസ ആദ്യത്തിൽ വരുമ്പോ അർത്ഥം ഞാന് നയിക്കാരം. അതെ, യദ്രിബു അവൻ, തദ്രിബു നീ, അദ്രിബു പറയുമ്പോളോ ഞാൻ, ഞാന്, യദ്രിബു പറയുമ്പോളോ ഞങ്ങൾ. അങ്ങനത്തെ ഒരു അർത്ഥം ഏതിലില്ല? അംറ് ഹാദിറിലില്ല. ഇല്ല. അവിടെ കാണുന്ന ആദ്യത്തെ ഹംസ ഈ പറയപ്പെട്ട ഹംസ അല്ല. അതെ, ആ ഹംസന്റെ അർത്ഥം എന്തേനി? ഹംസത്തുൽ വസ്ല്. അമ്പത്തിൽ വസ്ല്. ഹംസത്തുൽ വസ്ലും ഖുസ്ലും അല്ല ഇപ്പൊ ചോദിച്ചത്. ആ ഹംസക്ക് ഒരു അർത്ഥം ഉണ്ടായത്. എന്തായിരുന്നു അർത്ഥം? അദ്രിബു എന്ന് പറയുമ്പോ എന്താ അർത്ഥം? എന്തേ? മുത്തക്കല്ലിം. നീ അടിക്ക്. അദ്രിബു എന്ന് പറയുമ്പോഴോ ഞാൻ ഇവിടുന്ന് അടിച്ചാണ്ടല്ല, പാരന്തവാടി വരെ അടിക്കുമ്പോ ഞാൻ എന്താ അദ്രിബു പറഞ്ഞതിന്റെ അർത്ഥം? ഞാനടിക്ക്. ഞാന് എന്നുള്ള അർത്ഥാണ് ഹംസക്ക് അവിടെ. എന്നാ ഇദ്രിബിലെ ആ ഹംസക്ക് അങ്ങനത്തെ അർത്ഥം ഇല്ല. ഉക്തുബ് പറയുമ്പോഴും ഇല്ല, ഉൻസുറു എന്ന് പറയുമ്പോഴും ഇല്ല. അതാണ് ആ പറയണത്. ഞാൻ പറയണ മനസ്സിലായ നിങ്ങൾക്ക്? അംറ് വായിബാവുമ്പോ മുദാരിന്റെ രണ്ടാലൊരു അക്ഷരം ഉണ്ട്. ഏതാ രണ്ടാലൊരു അക്ഷരം? യാ ഓ താ ഓ ഉണ്ട്. അംറ് ഹാലിർ ആകുമ്പോ മുദാരിന്റെ ഒരൊറ്റ അക്ഷരം അതിലില്ല. അതുകൊണ്ടാണ് അത് മുഅറബാകാത്തത്. ഇദ്രിബ്, ഉക്തുബ്, ഇജ്ലിസ്, ഉൻസുറ്, ഇർകബ്, ഈ പറയുന്ന അംറിലൊന്നും എന്തില്ല? മുദാറത്തിന്റെ ഒരൊറ്റ അക്ഷരം ഇല്ല. ഇല്ല. പിന്നെ അവിടെയുള്ള ഹംസക്ക കൽപ്പനന്റെ ഹംസയാണ്. അതിനൊന്നും എന്റെ അർത്ഥം പറയില്ല. അതാണ് ആ പറയണത്. അതാ നീ ഇരിക്കുന്നല്ലേ പറഞ്ഞത്? നീ ഇരിക്കുന്നല്ലേ പറയുന്നേ? നീ ഇരിക്കുന്ന തന്നെയാണ്. നീ എന്നുള്ളത് ആ ഹംസന്റെ അർത്ഥമല്ല. അവിടെയുള്ള ഹംസന്റെ അർത്ഥം ഞാനാണ്. അദ്രിബു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അക്തുബ് പറഞ്ഞാലോ? അക്തുബ് പറഞ്ഞാലോ? ഞാൻ എഴുതുന്നു. അവിടൊക്കെ ഞാനാണ്. ഇദ്രിബ് എന്ന് പറയുമ്പോ ഞാനാ? നീയാണ്. വഹുവ ആ അംറ് ഹാദിർ മബിനിയുൻ, അത് മബിനിയാണ് അലൽ വഖഫി സുക്കൂന്റെ മേലില്. വലൈസ ആ അംറ് ഹാദിർ അല്ല ബി മുഅറബിൻ, എന്തല്ല? മുഅറബല്ല. എന്തുകൊണ്ട് മുഅറബല്ല? അതിന്റെ ആദ്യത്തിൽ മുദാരിന്റെ 4 അക്ഷരങ്ങളിൽപ്പെട്ട ഒരൊറ്റ അക്ഷരവും ഇല്ല. അതാ നിങ്ങളിൽ ഇതാന്നാണ്, ഇത് എന്നാണ് കാരണം. ഇത് ആ ഹംസ അവിടെ എക്സ്ട്രാ ഇക്കാരം. ഇത് കാരണം. അവിടെ ഇതിന്റെ അർത്ഥം എന്താ? കാരണം. ലൈസ ഇല്ല ഫി അവ്വലിഹി, ആ അംറ് ഹാദിറിന്റെ ആദ്യത്തില്. അവ്വലിഹി പറഞ്ഞാൽ ഏതിന്റെ ആദ്യത്തില്? അംറ് ഹാദിറിന്റെ ആദ്യത്തിലില്ല. എന്തില്ല? ഷൈഉൻ, ഒന്നുമില്ല. മിനൽ ഹുറൂഫി സവായിദിൽ അർബഇ, 4 എക്സ്ട്രാ അക്ഷരങ്ങളിൽപ്പെട്ട ഒരൊറ്റ അക്ഷരവും അതിലില്ല.
ഏതാ 4 എക്സ്ട്രാ അക്ഷരം? അത്തൈന. അത്തൈന. ആ അത്തൈനയിൽപ്പെട്ട ഒരൊറ്റ അക്ഷരം ഏതിലില്ല? അംറ് ഹാദിറില് ഇല്ല. ഉണ്ടോ ഇല്ലാന്നോ? ഇല്ല. അതാ ഇത് കാരണം. അത് മുഹറബല്ല എന്ന് പറഞ്ഞല്ലോ. ആ മുഹറബ് ആകാത്തിന്റെ കാരണം ഇത് കാരണം ലൈസ ഇല്ല. ലൈസ എന്താ അർത്ഥം? ഇല്ല. ഇല്ല. ഫി അവലിഹി ഹി എന്ന് പറഞ്ഞാൽ അംറ് ഹാദിറ്. ഓക്കെ. എന്താ ഫി അവലിഹി പറഞ്ഞ? അംറ് ഹാദിറിലേക്ക് മടങ്ങും. അംറ് ഹാദിറിന്റെ ഏതിലില്ല? ആദ്യത്തിലില്ല. ഷൈഉൻ ഒന്നുമില്ല. ഏതിൽ നിന്ന്? മിനൽ ഹുറൂഫി സവാഇദിൽ അർബഈ 4 എക്സ്ട്രാ അക്ഷരങ്ങളിൽ നിന്ന്. ഹുറൂഫ് അക്ഷരം, സവായിദ് എക്സ്ട്രാ, അർബഅ പറഞ്ഞാലോ 4. അപ്പൊ എന്താ അർത്ഥം? 4 എക്സ്ട്രാ അക്ഷരങ്ങളിൽപ്പെട്ട ഒരൊറ്റ അക്ഷരവും ഏതിന്റെ ആദ്യത്തിലില്ല? അംറ് ഹാദിറിന്റെ അതിന്റെ ആദ്യത്തിലില്ല. അതുകൊണ്ട് അത് മുഹറബല്ല. അതെന്താണ്? മബിനിയാണ്. ഇത് കാരണം ലൈസ ഇല്ല ഫി അവലിഹി ഏതിന്റെ ആദ്യത്തില്? ആദ്യത്തിൽ ഷൈഉൻ ഒന്നുമില്ല. ഏതിൽ നിന്ന്? ഷൈഉൻ വായിക്കണ്ട കേട്ടോ. ഷൈഉൻ ഒന്നുമില്ല. മിനൽ ഹുറൂഫി ആരിൽ നിന്ന്? അർഫുകളിൽ നിന്ന്. അസ്സവാഇദി എങ്ങനത്തെ അർഫ്? അധികരിച്ചു വരുന്ന ഹർഫുകൾ. അൽ അർബഈ പിന്നെ എങ്ങനത്തെ? 4 അധികമുള്ള അക്ഷരങ്ങളിൽപ്പെട്ട ഒരൊറ്റ അക്ഷരവും ഏതിന്റെ ആദ്യത്തിലില്ല? അംറ് ഹാദിറിന്റെ ആദ്യത്തിലില്ല. അതുകൊണ്ട് അത് എന്തല്ല? അത് മുഹറബല്ല, മബിനിയാണ്. പിന്നെ അത് എന്താണ്? മബിനിയാണ്. അതാണ് പറയണേ. അതാ വഹുവ. അതിന് മേലത്തെ വരി ഒന്നുകൂടി നോക്കിക്കോളി. വഹുവ ഈ അംറ് ഹാദിർ മബിനിയുൻ അത് മബിനിയാണ്. അലൽ വഖഫി സുക്കൂന്റെ മേലിൽ മബിനിയാണ്. വലൈസ ഏതല്ല? മുഹറബല്ല. വലൈസ ഏതല്ല? അംറ് വായിബ അംറ് ഹാദിറോ? ലൈസ അംറ് ഹാദിർ അല്ല. ലൈസന്റെ അർത്ഥം അങ്ങനെ അർത്ഥം വെക്കണം അവിടെ. വെറും ഇല്ല എന്നല്ല. ഏതല്ല? അംറ് ഹാദിർ അല്ല. ആ അംറ് ഹാദിർ കൂട്ടണം. ബി മുഅറബിൻ അത് മുഅറബല്ല. എന്തുകൊണ്ട് മുഅറബല്ല? ഇത് കാരണം ലൈസ ഇല്ല ഫി അവലിഹി അംറ് ഹാദിറിന്റെ ആദ്യത്തില് ഷൈഉൻ ഒന്നുമില്ല. ഏതിൽ നിന്ന്? മിനൽ ഹുറൂഫി ഏതിൽ നിന്ന്? അക്ഷരങ്ങളിൽ നിന്ന്. അസ്സവായിദി എങ്ങനത്തെ അക്ഷരം? അധികമായി വരുന്ന. സായിദത്തിന്റെ ജംഉ സവായിദ്. ഹർഫ് ഹുറൂഫ്. ഹർഫ് അക്ഷരം, ഹുറൂഫ് പറഞ്ഞാലോ അക്ഷരങ്ങൾ. സായിദത്ത് എക്സ്ട്രാ, സവായിദ് പറഞ്ഞാലോ എക്സ്ട്രകൾ. അധികം. സായിദത്ത് പറഞ്ഞാൽ ഒരധികം ഉള്ളത്, സവായിദ് പറഞ്ഞാൽ അധികമുള്ളവ. അൽ അർബഈ പറഞ്ഞാലോ 4. അപ്പോ 4 സായിദയായ അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരവും ഏതിന്റെ ആദ്യത്തിലില്ല? അതുകൊണ്ട് ആ പണ്ടാറ എന്തല്ല? മബിനിയാണ്. അല്ലത്തി എങ്ങനത്തെ 4 അക്ഷരം? അങ്ങോട്ട് നേരത്താണ്. എന്താർത്ഥം? അല്ലത്തി എങ്ങനെയുള്ള 4 അക്ഷരം? ദക്കർനാഹ ആ 4 അക്ഷരങ്ങളെ നാം പറഞ്ഞിട്ടുണ്ട്. ദക്കറ പറഞ്ഞു. ദക്കർന പറഞ്ഞാലോ നാം പറഞ്ഞു. ആ 4 അക്ഷരങ്ങളെ ഏതാണ്? ആ 4 അക്ഷരം അതാ അല്ലത്തി എങ്ങനെയുള്ള 4 അക്ഷരം? ദക്കർന നാം പറഞ്ഞിട്ടുണ്ട്. ആ 4 അക്ഷരങ്ങളെ. അപ്പൊ ഇത് കാരണം. ആ കാരണം എന്നുള്ളതിന് അറബിയിൽ എന്താ പറയാ? ഇല്ലത്ത്. ഇത് എന്നുള്ളതിന്റെ തർക്കീബ് എന്താണ്? ലറുഫ് എന്ന് വെച്ചാൽ മതി. ലറുഫ്. ലറുഫ്. ലൈസ ഇല്ല. ലൈസ ഫീല് ഫീ ഹർഫ്
ജാർ അവലി മജ്റൂർ മജ്റൂർ മുലാഫ് ഹി മുലാഫ് ഹി മുലാഫിൻ ഇലൈഹി മുലാഫുൻ ഇലൈഹി അതോടുകൂടെ അത് ലൈസന്റെ ഖബർ മുഖദ്ദമ ലൈസന്റെ ഇസ്മ ബാക്കിൽ വന്നതാ ഏതാ ഇസ്മ ഷൈഉൻ അതാണ് ഇസ്മ അപ്പൊ ലൈസ ഫീൽ നാഖിസ് ഫീ ഹർഫ് ജാർ അവലി മജ്റൂർ പ്ലസ് മുലാഫ് ഈ മുലാഫുൻ ഇലൈഹി അതോടുകൂടെ ഖബർ മുഖദ്ദം ഷൈഉൻ ഇസ്മ ഇസ്മു ലൈസ മുഅഖർ മിനൽ ഹുറൂഫി മിൻ ഹർഫ് ജാർ ജാർ അൽ ഹുറൂഫി മജ്റൂർ 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 എങ്ങനത്തെ അക്ഷരം അസ്സവാഇദി എക്സ്ട്രയുള്ള നാത്ത് പിന്നെ എങ്ങനത്തെ അക്ഷരം അൽ അർബഈ നാലായ അപ്പൊ എന്തെന്നെ നാത്ത് തന്നെ ഒക്കെ ഹുറൂഫിന് നേത്താ ഹർഫ് ഹുറൂഫ് സായിദത്ത് സവായിദ് അൽ അർബഈ മിനൽ ഹുറൂഫി അസ്സവാഇദിൽ പിന്നെ എങ്ങനെ വായിക്കണ്ടേ അർബഈ അൽ അർബഈ അല്ലത്തി പിന്നെ എങ്ങനത്തെ നാലക്ഷരം മൗസൂലാനകത്ത് മൗസൂലാണ് പിന്നെ എന്തുവാണ് നാത്താണ് ദക്കർന നാം പറഞ്ഞിട്ടുണ്ട് ആ നാലക്ഷരങ്ങളെ എന്താ തർക്കീബ് ഫീല് ഫായില് മഫ്ഊല് ഫീലുണ്ട് ഫായിലുണ്ട് ഫായിലുണ്ട് മഫ്ഊൽ ബിഹി ബിഹി ഉണ്ട് ദക്കറ ഫീല് നാ ഫായില് ഹാ മഫൂല് അതിന് നമ്മൾ മുമ്പ് പറയുന്ന നാലക്ഷരം ഏതാണ് അത്തൈന അപ്പൊ വല്ല അഫ്ആലു ഫിഅലുകൾ അർബഅത്തു അഖ്സാമിൻ നാലിനങ്ങളാണ് മാലിൻ ഒന്ന് മാലിയാണ് വ മുസ്തഖ്ബിലുൻ രണ്ടാമത്തത് മുസ്തഖ്ബിലാണ് വ അംറുൻ മൂന്നാമത്തത് അംറാണ് വ നഹിയുൻ നാലാമത്തത് നഹിയാണ് ഫൽ മാലി എന്ന് പറയുന്നത് നഹ്വു ലറബ ലറബ എന്ന് പറയും പോലെയാണ് വ ഖാമ എന്ന് പറയും പോലെയാണ് ഖാമ എന്ന് പറയും പോലെയാണ് വ ഖഅദ എന്ന് പറയും പോലെയാണ് തഅദ എന്ന് പറയും പോലെ വഹുവ ആ മാലി മബിനിയുൻ അത് മബിനിയാണ് അലൽ ഫത്ഹി അതിന്റെ മേലെ ഫതഹിന്റെ മേൽ മബനിയാണ് വൽ പിന്നെ വൽ മുസ്തഖ്ബിലായ ഫീൽ അറിയുന്നത് നഹ്വു യദ്രിബു യഖൂമു യഖഉദു എന്ന് പറയും പോലെയാണ് വഹുവ ഈ മുസ്തഖ്ബല് വഹുവ പറഞ്ഞതാ മുസ്തഖ്ബല് മുഅറബുൻ അത് മുഅറബാണ് മുസ്തഖ്ബിലായ ഫീൽ ഏതാണ് മുഅറബാണ് അതിൽ മർഫൂഉം വരാ പിന്നെ മൻസൂബും വരാം മജ്റൂമും വരാ പിന്നെ ഏതും വരാ മജ്റൂമും വരാ ഏത് വരൂല മജ്റൂർ വരൂല വൽ അംറു അംറ് നൗആനി രണ്ട് ഇനങ്ങളാണ് അംറുൽ ഗായിബി ഒന്ന് മറഞ്ഞവനോടുള്ള അംറാണ് നഹ്വുലി യദ്രിബ് അവൻ അടിക്കട്ടെ വല്യഖും അവൻ നിൽക്കട്ടെ വല്യഖുദ് അവൻ ഇരിക്കട്ടെ വഹുവ ഈ അംറു ഗായിബ് മുഅറബുൻ അതേതാണ് മുഅറബാണ് മജ്സൂമുൻ എങ്ങനത്തെ മുഅറബ് ജസ്മ് ചെയ്യപ്പെട്ട മുഅറബ് വഅലാമത്തുൽ ജസ്മി ഫീഹി അതിലുള്ള ജസ്മിന്റെ അടയാളം ബിസുകൂനി ആഖിരിഹി എങ്ങനെയാണ് അവസാനത്തിൽ സുക്കൂനാണ് അതിന്റെ അംറ് ഗായിബിന്റെ അവസാനത്തതിന് സുക്കൂൻ ചെയ്യല് കൊണ്ടാണ് അംറുൽ ഹാദിരി രണ്ടാമത്തത് അംറ് ഹാദിറാണ് നഹ്വു യദ്രിബ് ഖും വ ഖുദ് വഹുവ ഈ അംറ് ഹാദിർ മബനിയുൻ അതെന്താണ് മബനിയാണ് അലൽ വഖഫി ഇതിന്റെ മേൽ മബനിയാണ് വഖഫിന്റെ മേൽ വഖഫന സുക്കൂന് വഖഫന എന്താണ് സുക്കൂന്റെ മേൽ മബനിയാണ് വലൈസ ആ അംറ് ഹാദിർ അല്ല ബിമുഅറബിൻ ഏതല്ല മുഅറബല്ല എന്താ അല്ല അറിയാൻ കാരണം ഇത് കാരണം ലൈസ ഫി അവലിഹി ഇതിന്റെ ആദ്യത്തിലില്ല അംറ് ഹാദിറിന്റെ ആദ്യത്തിലില്ല ഷൈഉൻ ഒന്നുമില്ല എന്തിൽ നിന്ന് മിനൽ ഹുറൂഫി സവായിദ് നാല് എക്സ്ട്രാ അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരവുമില്ല നാല്
അധിക അക്ഷരങ്ങളിൽപ്പെട്ട അക്ഷരങ്ങളില്ല. എന്താ പറഞ്ഞ 4 എക്സ്ട്രാ അക്ഷരങ്ങളില്ല. അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരമല്ല. ആ 4 അക്ഷരം ഓർമ്മയിൽ വേണം. ഏതാണ് ആ 4 അക്ഷരം? അത്തൈന. അത്തൈന. പിന്നെ അല്ലത്തി എങ്ങനെയുള്ള 4 അക്ഷരം? ദക്കർനാഹ അതിനെ നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ലത്തി എന്നുള്ളത് മൗസൂലിനകത്ത് ദക്കർന നാം പറഞ്ഞിട്ടുണ്ട്. ഫീല് ഫായില് പിന്നെ മഫ്ഊലുൻ ബിഹി. നടക്കട്ടെ.